കത്തോലിക്ക സഭയുടെ ഹൃദയസ്പന്ദനമായ സന്യാസ ജീവിതത്തിൻ്റെ സൗന്ദര്യം വിശ്വാസികളിലേക്കും പ്രേക്ഷക ലക്ഷങ്ങളിലേക്കും പകർന്നൊഴുകുന്ന ഗുഡ്നസ് ടിവിയുടെ സ്നേഹം സഹനം സന്യാസം ആരംഭിക്കുകയാണ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ആരും കടന്നു ചെല്ലാൻ മടി കാണിക്കുന്ന ആയിരക്കണക്കിന് ഗ്രാമാന്തരങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം അതിധീരമായി പ്രഘോഷിക്കുവാൻ കടന്നു ചെല്ലുന്ന പതിനായിരക്കണക്കിന് സമർപ്പിതരാണ് ഭാരതത്തിലെ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭയുടെ അഭിമാനം. ഇന്ന് ജമ്മുവിൽ ഭാരതത്തിൻ്റെ വടക്കേ അറ്റത്ത് ക്രിസ്തു സ്നേഹത്തിൻ്റെ ധീരപ്രേക്ഷിതയാകുന്ന സിസ്റ്റർ ജയ പീറ്റർ മണിയച്ചേരി CMC നമ്മോടൊപ്പം ചേരുന്നു. സ്നേഹം സഹനം സന്യാസത്തിലെ ഈ എപ്പിസോഡിൻ്റെ അതിഥിയായി ഹൃദ്യമായി സ്വാഗതം ചെയ്യാം സിസ്റ്റർ ജയ പീറ്റർ മണിയച്ചേരി. സിസ്റ്റർ ജയ പീറ്റർ എറണാകുളം ജില്ലയിൽ അങ്കമാലി രൂപതയിൽ അയ്യാത്തുപടി ഇടവകയിൽ വർക്കി പത്രോസ് റോസി പത്രോസ് ദമ്പതികളുടെ 6 മക്കളിൽ മൂത്ത മകൾ. കോൺഗ്രിഗേഷൻ ഓഫ് മദർ ഓഫ് കാർമലിലെ അംഗമായ സിസ്റ്റർ ഡിപ്ലോമ ഇൻ നഴ്സിംഗ്, മാസ്റ്റർ ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക്, ഡിപ്ലോമ ഇൻ തിയോളജി എന്നിവയിൽ പഠനം പൂർത്തീകരിച്ച് നഴ്സിംഗ് ആൻഡ് സോഷ്യൽ വർക്ക് പ്രവർത്തന മേഖലയായി തിരഞ്ഞെടുത്തു. പ്രൊവിൻഷ്യൽ കൗൺസിലർ, സുപ്പീരിയർ ഓഫ് പുഷ്പടം കോൺവെന്റ്, സുപ്പീരിയർ ഓഫ് സെന്റ് തെരേസ് കോൺവെന്റ് ഗാസിയാബാദ്, ട്രഷറർ ഓഫ് ക്രിസ്തുജ്യോതി കോൺവെന്റ് സാംബ, ക്രിസ്തുജ്യോതി സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ട്രഷറർ, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ച സിസ്റ്റർ ഇപ്പോൾ സൊസൈറ്റി സെക്രട്ടറിയായി തൻ്റെ അജപാലക ശുശ്രൂഷ തുടരുന്നു. സിസ്റ്റർ ജയയെ സ്നേഹം സഹനം സന്യാസം എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഭാരതത്തിൻ്റെ വടക്കേയറ്റം എന്നും ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാണ്. അവിടെ പ്രശ്നസങ്കീർണമായ ഇടമാണ്. കാലാവസ്ഥയും വളരെ വ്യത്യാസമാണ്. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് അവിടെ ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ സജീവമായ ചില ഇടങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാൻ സിസ്റ്റർ ജയ പീറ്ററിന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജമ്മുവിൽ നിന്ന് തന്നെ തുടങ്ങാം. സിസ്റ്റർ ജയ പീറ്റർ, ജമ്മുവിൽ ഉള്ള നിങ്ങളുടെ സേവന മേഖലകൾ എന്നാണ് നിങ്ങൾ ആരംഭിച്ചത്? എന്നാണ് സിസ്റ്റർ അവിടെ എത്തിയത്? 1996 ജൂൺ മാസത്തിൽ ഞാൻ ജമ്മുവിലെ സാംബ എന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അവിടെ ഞാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ 1995 സോഷ്യൽ വർക്ക് തുടങ്ങിയിരുന്നു. അതിനോട് ചേർന്ന് ഞങ്ങൾക്ക് പുതിയ ഒരു പ്രോജക്റ്റ് കിട്ടിയതിനോട് ചേർന്ന് ഞാനും അവിടെ എൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ആദ്യമായിട്ടാണ് സോഷ്യൽ വർക്ക് ഞാൻ അവിടെ ചെയ്യുന്നത്. ഞാൻ പ്രൊഫഷണലി ഒരു നേഴ്സായിട്ട് ഹുഷിയാർപൂർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഭാഷ ഒരുവിധം നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടും ഹെൽത്ത് ടോക്കുകൾ കൊടുക്കുവാനും വില്ലേജുകളിലും സ്കൂളുകളിലും ഹെൽത്ത് ടോക്ക് കൊടുക്കുവാനായിട്ട് എന്നെ അവിടെ കൊണ്ടുപോയതാണ്. ഹിന്ദി, പഞ്ചാബി മെട്രിക് ചെയ്തതുകൊണ്ട് പഞ്ചാബി ഹിന്ദിയും കിട്ടുമായിരുന്നു. ഹിന്ദി പഞ്ചാബി മിക്സ് ചെയ്ത് അങ്ങ് പറയുമ്പോൾ ഡോഗ്രി ആയി തീരും. അങ്ങനെ ഒരു ഡോഗ്രിയാണ്. ഡോഗ്രി ജമ്മുവിലെ ഭാഷ ഡോഗ്രി ഭാഷയാണ്. അപ്പോൾ ഞാൻ ഹിന്ദി പഞ്ചാബിയൊക്കെ മിക്സ് ചെയ്ത് പറയുമ്പോൾ അവർക്കും കിട്ടും, എനിക്കും അവരുടെ ഭാഷ മനസ്സിലാകുമായിരുന്നു. അപ്പോൾ വില്ലേജുകൾ തോറും 6 വില്ലേജിലാണ് ഞങ്ങളുടെ ജോലി തുടങ്ങിയത്. അവിടെ പോകുമ്പോൾ അവിടെയുള്ള സ്കൂളുകളിൽ ഹെൽത്ത് ടോക്ക്, എയ്ഡ്സ് അവയർനെസ് പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ ഹൈസ്കൂളുകളിലൊക്കെ കൊടുത്ത്, പിന്നെ ഹെൽത്ത് ക്യാമ്പുകൾ നടത്തുക, മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളായിട്ട് അവിടെ തുടക്കം കുറിച്ചു. പിന്നെ ക്രിസ്ത്യാനികളുടെ കാറ്റക്കിസം മുതലായ വിശ്വാസ രൂപീകരണത്തിന് വേണ്ടിയും ആഴ്ചയിൽ 2 ദിവസം ചിലവഴിക്കുമായിരുന്നു. സിസ്റ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുമ്പ് CMC സന്യാസിനി സമൂഹത്തിൻ്റെ നോർത്ത് ഇന്ത്യയിലെ സാന്നിധ്യത്തെ പറ്റി ഒന്ന് പറഞ്ഞു. എത്ര കാലമായി ഞങ്ങളുടെ സഭ? ഏത് പ്രൊവിൻസാണ്? ഞാൻ CMCയിലെ ആദ്യ മിഷൻ പ്രൊവിൻസിലെ അംഗമാണ്.
1958 ഞങ്ങൾ ജലന്ധറിൽ ഞങ്ങളുടെ മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. 1958 പ്രോവിൻസ് ഏതാണ്? പ്രോവിൻസ് പുഷ്പാരം, പ്രോവിൻസ് ഡെറാഡൂൺ. ഡെറാഡൂൺ ആദ്യത്തെ മിഷൻ പ്രോവിൻസ്. എത്ര പേരുണ്ട് ഇപ്പൊ ഡെറാഡൂൺ? ഞങ്ങൾ 226 പേരുണ്ട്. 7 രൂപതകളിലായിട്ട് ഇന്ത്യയിലും, ഇപ്പോൾ പെറുവിലും, ലാറ്റിൻ അമേരിക്ക പെറുവിലും ഞങ്ങളുടെ ഒരു ഹൗസ് തുടങ്ങിയിട്ടുണ്ട്. മിഷൻ പ്രോവിൻസ് തന്നെ വീണ്ടും മിഷൻ പ്രദേശത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അല്ലേ? കൊള്ളാം. സിസ്റ്ററിന്റെ സന്യാസിനി സമൂഹമായ CMC സന്യാസിനി സഭയുടെ നോർത്ത് ഇന്ത്യൻ മിഷൻ ആരംഭിച്ചത് എത്ര കാലം മുമ്പാണ്? ഇപ്പോൾ ഏതാണ് പ്രോവിൻസ്, ഏതാണ് ഒന്ന് പറയാം? 1958 ജലന്ധറിൽ ആദ്യമായിട്ട് CMC സഭയുടെ മിഷൻ പ്രവർത്തനം ആരംഭിച്ചു ജലന്ധറിൽ. അവിടെ നിന്ന് ഞങ്ങൾ ഇപ്പോൾ ഒരു ഹൗസ് 33 ഹൗസായി മാറുകയും ചെയ്തു. ഞങ്ങൾ 1985 അത് ഒരു പ്രോവിൻസായി തീരുകയും ഇന്ന് 226 അംഗങ്ങളും 33 ഹൗസുകളുമുണ്ട്. ഞങ്ങൾ 7 അതിരൂപതയിൽ ഇന്ത്യയിലും, ഒരു രൂപത ലാറ്റിൻ അമേരിക്ക പെറുവിലും ഒരു സ്ഥാപനം ആരംഭിച്ചു. പെറുവിലും തുടങ്ങി. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രൊവിൻഷ്യൽ ആരാണ്? ഞങ്ങളുടെ സിസ്റ്റർ സ്മിത. പ്രോവിൻസിന്റെ പേര് ഏതാണ്? പുഷ്പാരാം പ്രോവിൻസ്, ഡെറാഡൂൺ. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾ അവിടെ? ഞങ്ങൾ ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ സ്കൂളും പിന്നെ ക്രിസ്തീയ രൂപീകരണ കാറ്റക്കിസം പഠിപ്പിക്കുക ഞങ്ങളുടെ ഒരു ഇതാണ്. എല്ലാ സൺഡേയിലും രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഒരു പാട്ടും പാടി ഇറങ്ങും. സുവിശേഷ അഖില ജനത്തിനും വൈകിടുവാൻ എന്നുള്ള പാട്ടുപാടി ഞങ്ങൾ ഇറങ്ങിയ ഞങ്ങൾ അന്നത്തെ ദിവസം മുഴുവൻ വില്ലേജിലായിരിക്കും. കാറ്റക്കിസവും കുർബാനയും എല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായിട്ടാണ് വീട്ടിൽ വരുള്ളൂ. ഉച്ചഭക്ഷണം വില്ലേജുകളിൽ തന്നെയായിരിക്കും. ഈ വില്ലേജിൽ ആദ്യം ചെല്ലുമ്പോൾ ഈ ജനത്തോട് നമ്മൾ എങ്ങനെയാണ് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ജയേസുക്കി. യേശുവിനെ ജയ്. ഓക്കെ. അപ്പൊ ഈ ഡോഗ്രി ഭാഷയല്ലേ അവിടുത്തെ ഭാഷ? ജമ്മുവിലെ ഭാഷ. ഈ ഡോഗ്രി ഭാഷയിൽ നമ്മൾ എങ്ങനെയാണ് ഈ അഡ്രസ് ചെയ്യുന്നത്? എങ്ങനെയാ? ഡോഗ്രിയിൽ ജയേസു കീ പറയാറില്ല, ജയേശു എന്ന് മാത്രമേ. ജയേശു. നിങ്ങളുടെ സാമൂഹ്യ സേവന മേഖലകളിലേക്ക് നിങ്ങൾ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സാമൂഹ്യ സേവനത്തിന് ഞങ്ങൾ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി എല്ലാ വില്ലേജുകളിലും ടൈലറിംഗ് സെൻറ്റർ തുടങ്ങാറുണ്ട്. പിന്നെ തുടക്കത്തിൽ ഞങ്ങൾ അഡൾട്ട് എഡ്യൂക്കേഷൻ നടത്തുമായിരുന്നു. എല്ലാവരെയും എഴുതാനും വായിക്കാനും പഠിപ്പിക്കാൻ പരിശ്രമിക്കുക. സൈൻ ചെയ്യാൻ ഞങ്ങളെല്ലാവരും ഇല്ല, എഴുത്തും വായനയും അറിയത്തില്ല. സ്ത്രീകൾക്ക് ആർക്ക് തന്നെ സൈൻ ചെയ്യാൻ പോലും അറിയത്തില്ല. അവിടെ ഗവൺമെന്റിന്റെ രീതിയിലുള്ള ഇടപെടലുകൾ എങ്ങനെയാണ്? ഏത് ഗവൺമെന്റ് ആണ് അവിടെ? അവിടെ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, അവിടെ ഗവർണറാ ഭരിക്കണേ. രാഷ്ട്രപതി ഭരണമാണ് ജമ്മുവില്. ഈ അഞ്ചാറ് വർഷമായിട്ടുണ്ട്. അതിർത്തി സംസ്ഥാനമായതുകൊണ്ട് എപ്പോഴും പ്രശ്നങ്ങളുള്ളതും തീവ്രവാദ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ? അപ്പൊ ഈ അവർക്ക് എഴുത്തും വായനയും അറിയത്തില്ല എന്ന് പറയുന്നത് പിന്നെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഇന്ത്യയിൽ അങ്ങനെ എഴുത്തും വായനയും ഒരു സംസ്ഥാനത്ത് നിങ്ങൾ പോകുന്ന എത്ര വില്ലേജുകളിൽ ഈ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവസരം കിട്ടാതെ പോകുന്നുണ്ട്? ഇപ്പം ഈയിടെ കുട്ടികൾ സ്കൂളുകളിൽ പോകുന്നുണ്ട്. എന്നാലും 10ാം ക്ലാസ് കഴിഞ്ഞ അധികം കുട്ടികളും സ്കൂളുകളിൽ പോകുന്നില്ല. 10ാം ക്ലാസ് കഴിയുമ്പോഴല്ലേ പെൺകുട്ടികൾ ഇല്ല. അത് ഇപ്പോഴത്തെ തലമുറയ്ക്ക്. കഴിഞ്ഞ തലമുറയിൽ ഞാനൊക്കെ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ പോണ വില്ലേജുകളിൽ ആർക്കും തന്നെ എഴുതാനും വായിക്കാനും അറിയില്ല. ആ എന്ന് പോലും അറിയത്തില്ല. ഞങ്ങളപ്പോൾ ഈ കൊച്ചിയിൽ നിന്ന് ഗ്യാൻജ്യോതിയുടെ ലിറ്ററസി സെൻറ്റർ തുടങ്ങി 10 സ്ഥലത്ത് ഞങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ കാരിത്താസ് വഴി സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പല വില്ലേജിൽ ഞങ്ങൾ പഠിപ്പിച്ചു. എന്നാലും ഇപ്പോഴും സ്ത്രീകൾക്ക് ഒരുവിധം ഒരു 30 വയസ്സായ സ്ത്രീകളിൽ ഒരു പകുതി പേർക്ക് പോലും എഴുതാനും വായിക്കാനും അറിയത്തില്ല. എങ്ങനെയാണ് അവരുടെ ഒരു അങ്കൂട്ടാ എഡ്യൂക്കേഷൻ നിലവാരം എങ്ങനെയാണ്? അവരെന്താണ് ചെയ്യണത്? അപ്പോൾ അവിടുന്ന് ആരെങ്കിലും പഠിച്ച് ആ വില്ലേജിൽ നിന്ന് പുറത്തെന്തെങ്കിലും സർക്കാർ ജോലിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്നും നേടുന്നില്ല? അവിടെ സർക്കാർ ജോലി ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കാൻ 12ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കാം. അവിടെ ഈ എഴുത്തും വായന അറിയാമല്ലോ. 8ാം ക്ലാസ് ആയിട്ട് എഴുത്തും വായന അറിയാൻ മേലാത്തൊരു 12ാം ക്ലാസ് കഴിഞ്ഞാൽ സ്കൂളിൽ പഠിപ്പിക്കാം. അവിടുത്തെ പയ്യന്മാരൊക്കെ ഒരു 12ാം ക്ലാസ് കഴിഞ്ഞാൽ അവർ സ്കൂളിൽ ടീച്ചറായിട്ട് അവർക്ക് ജോബ് കിട്ടും. അല്ലാതെ പഠിക്കാനറിയാം. സ്ത്രീകളിൽ ഓൾമോസ്റ്റ് ഒരു 80% സ്ത്രീകൾ ഇന്റീരിയർ വില്ലേജിൽ പഠിച്ചിട്ടില്ലാത്തവരാ. ഇങ്ങനെ സ്ത്രീകൾക്കൊന്നും വായിക്കറിയത്തില്ല. ഷോക്കിംഗ് ആകണ്ട. ആയിരക്കണക്കിന് വില്ലേജുകളിൽ ഭാരതത്തിൽ പലർക്കും വായിക്കാനും എഴുതാനും അറിയാൻ പാടില്ല ഇപ്പോഴും.
ഞങ്ങൾ ഒരു 200-ൽ പരം വില്ലേജിൽ ജോലി ചെയ്യുന്നുണ്ട്. എത്ര വില്ലേജ്? 200-ൽ പരം വില്ലേജിൽ ജോലി ചെയ്യുന്നു. 200-ൽ കൂടുതൽ വില്ലേജുകളിൽ നിങ്ങൾ റീച്ച് ചെയ്യുന്നുണ്ട്. ഒരു വില്ലേജിൽ എത്ര കുടുംബങ്ങളുണ്ടാവും? ഇന്ത്യയിലെ ഈ വില്ലേജുകളിലാണ് 35 ഒക്കെ, മറ്റുള്ള ഒരു 100-150 ഒക്കെ ഉണ്ട്. ഇച്ചിരി സിറ്റി ടൈപ്പിലാണ്. ഈ മലയോരങ്ങളിൽ ഞങ്ങൾ വാട്ടർഷെഡൊക്കെ നടക്കുന്നിടത്തിൽ 25 വില്ലേജ്, 10 ഫാമിലി, ഒരു 25 ഫാമിലി, ഒരു 35 ഫാമിലി ഏറ്റവും കൂടിയത് ഈ മലയോരങ്ങളിൽ. ഒരു മലയുടെ കുറച്ച് ഒരു വീട്, പിന്നെ കുറച്ച് നീങ്ങിയിട്ട് ഒരു വീട്, അങ്ങനെയൊക്കെയാണ്. അവിടെ ഈ കുടിവെള്ളം പോലും ഇല്ലാത്ത സ്ഥലങ്ങൾ, കുടിക്കാൻ വെള്ളമില്ല, അലക്കാൻ വെള്ളമില്ല, പിന്നെ സ്കൂളൊന്നും ഇല്ല എല്ലാ വില്ലേജിലും ഒന്നും. കുറേ ദൂരം പോകണം. പിന്നെ ഹൈസ്കൂളിൽ പഠിക്കണമെങ്കിൽ ഒരു മണിക്കൂറൊക്കെ നടന്നാലാണ് ഈ മലകളിൽ കൂടെ ഇറങ്ങിക്കയറി ഇങ്ങനെ നടക്കണം. ബസ് സൗകര്യങ്ങളും ഇല്ല അവിടെ, ബസ് സൗകര്യം പോലും വളരെ കുറവാണ്. അത് പിന്നെ ഗവൺമെന്റ് ചെയ്യാത്തതാണോ, ഭൂപ്രകൃതിയുടെ പ്രത്യേകത കൊണ്ട് സാധിക്കാൻ പറ്റാത്തതാണോ, ഗവൺമെന്റിനും പറ്റാത്തതാണോ? രണ്ടും ഉണ്ട്. ഗവൺമെന്റും അധികം ഒന്നും ചെയ്യുന്നില്ല. ഇതിങ്ങനെ ഈ ജമ്മു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്, അത് കരിതാഗുവ സ്റ്റേറ്റ് എന്ന് പറയണേ ജമ്മു. ഈ രാജപുത്സ് വാങ്ങിയ ഹരിസിംഗ് വാങ്ങിയ ഒരു സ്റ്റേറ്റാണ് പാകിസ്ഥാനിൽ. അപ്പം അതിന് നമ്മുടെ ബാക്കിയുള്ള സ്റ്റേറ്റിൻ്റെ അനുസരിച്ചുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ഇല്ല. അവിടെയുള്ള ജോലി അവർക്ക് തന്നെ കിട്ടും. സംസ്ഥാന പദവി ഇല്ല. ഇപ്പൊ 370 ഇത് ചെയ്തപ്പോൾ ഇപ്പോൾ ഇവിടെ ജോലി മറ്റുള്ളവർക്ക് കിട്ടി. അല്ലെങ്കിൽ ഇവിടെയുള്ളവർക്ക് ഇവിടെ ജോലി കിട്ടി. പഠിച്ചാലും പഠിച്ചില്ലെങ്കിൽ 8 പഠിച്ചവരും മിലിറ്ററി പോകും, 6 പഠിച്ചവരും മിലിറ്ററിയിൽ വർക്ക് ജോലി ചെയ്ത്, അങ്ങനെ മിലിറ്ററിയിൽ കുറേ പേർക്ക് ജോലിയുണ്ട്. അവർക്കും പോലും ശരിക്കും സൈൻ ചെയ്യാൻ അറിയത്തുണ്ടാവില്ല. മിലിറ്ററി പട്ടാളക്കാരനായിട്ട് ജോലി ചെയ്യുന്ന ആൾക്ക് പോലും ഒപ്പിടാൻ അറിയത്തില്ല. ഒപ്പിടാൻ ജസ്റ്റ് അറിയാൻ പറ്റും. 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. 6ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ പഠിച്ചവരാണ് മിലിറ്ററി പോണത്. പിന്നെ 10-12 പഠിച്ച ഒരു സ്കൂളില്. അപ്പൊ ഈ വരുമാനമാർഗം പ്രധാനമായിട്ട് മിലിറ്ററി, അത് ഒത്തിരി വരുമാനമാർഗം എല്ലാ വീട്ടിൽ നിന്ന് തന്നെ ഓൾമോസ്റ്റ് ഓരോരുത്തരൊക്കെ ഉണ്ടാവും. ഈ പട്ടാളക്കാര് ഓരോ വീട്ടിൽ നിന്ന് ഉള്ളത് കൊണ്ട് കുടുംബത്തിന് പട്ടിണിയില്ല. അപ്പൊ പട്ടാളം ഉണ്ടെങ്കിൽ പട്ടിണിയില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ജമ്മുവിൽ. പിന്നെ ഇച്ചിരിയൊക്കെ കൃഷി ചെയ്യും, കുറച്ചൊക്കെ കൃഷി. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ സേവന മേഖല ഒത്തിരിയേറെ നിങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുകളുമായിട്ട് എങ്ങനെ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ് നിങ്ങളോട് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? കാരണം നിങ്ങളവിടെ ഒത്തിരിയേറെ ആളുകളെ ജാതിഭേദമന്യേ എല്ലാവരിലേക്കും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പം അതിനെ ഗവൺമെൻറ് എങ്ങനെയാണ് കാണുന്നത്? ഗവൺമെൻറ്റിന് നല്ല കൊളാബറേഷൻ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ 1996 തുടങ്ങി ഞങ്ങളുടെ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത്, ആ സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ആകെ ഒരു ഡിസ്ട്രിക്റ്റ് ഹോസ്പിറ്റൽ ഉണ്ടായുള്ളൂ, ചെറുത്. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കണം, ഞങ്ങൾക്കും ആകെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായുള്ളൂ പഞ്ചാബിൽ. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹത്തോടെ നമ്മൾ ആദ്യം തന്നെ ഈ മൊബൈൽ ഡിസ്പെൻസറി തുടങ്ങി. ഞങ്ങൾ 5 വർഷം മൊബൈൽ ഡിസ്പെൻസറി എടുത്ത്. അപ്പോൾ ഞങ്ങൾക്ക് CMO ഞങ്ങൾക്ക് ആഴ്ചയിൽ 3 ഡോക്ടേഴ്സിനെ തരുമായിരുന്നു. 3 ഡോക്ടേഴ്സിനെ 3 വില്ലേജിൽ ഇങ്ങനെ പീഡിയാട്രീഷ്യൻ, ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഫിസിഷ്യൻ. അങ്ങനെ ഞങ്ങൾ അവരുടെ സഹകരണത്തോട് നിസ്സാരമായിട്ടുള്ള അവർക്കൊരു ഓണറോറിയം കൊടുത്ത് അവരെ കൊണ്ട് ഞങ്ങൾ മെഡിക്കൽ ക്യാമ്പ് നടത്തിക്കുമായിരുന്നു. അങ്ങനെ ഗവൺമെൻറ് ഞങ്ങളെ ഒത്തിരി സഹായിച്ചു പോന്നിട്ടുണ്ട്. പിന്നെ ടൈലറിങ് സെൻറ്ററും ഗവൺമെൻറ്റിൻ്റേതായിട്ട് ഞങ്ങൾ നടത്തി പോന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്ഥലം വാങ്ങി ഹോസ്പിറ്റൽ പണിയാൻ തുടങ്ങി. ഹോസ്പിറ്റൽ പണിയാൻ തുടങ്ങിയപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ ലാൻഡിൽ വെള്ളമില്ല. ഗവൺമെൻറ് ഞങ്ങൾക്ക് കുഴിച്ചു തന്നു, എന്നിട്ടും വെള്ളമില്ല. നമ്മളൊരു സ്റ്റഡി നടത്തി അതിലും വെള്ളമില്ലാന്ന് കണ്ടപ്പോൾ ഗവൺമെൻറ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ട്യൂബെല്ല് 2.5 കിലോമീറ്റർ ദൂരെ കുഴിച്ച് ഞങ്ങൾക്ക് പൈപ്പ് ലൈൻ തന്നു. ഞങ്ങളുടെ ഹോസ്പിറ്റൽ വിട്ട് കളയാൻ പാടില്ല, വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റൽ അവിടെ തുടങ്ങി. ഗവൺമെൻറ്റിൻ്റെ ഫുൾ സപ്പോർട്ടോടുകൂടി ഇന്നും ഗവൺമെൻറ്റിൻ്റെ വെള്ളം ആണ് ഞങ്ങളുടെ ഹോസ്പിറ്റലും ഞങ്ങളുടെ സ്ഥാപനങ്ങളിലൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഗവൺമെൻറ് വളരെ ഞങ്ങളുടെ സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഞാൻ തന്നെ ഗവൺമെൻറ്റിലെ പല കമ്മിറ്റികളിലെ അംഗമാണ്. അങ്ങനെ നമുക്കൊരു നല്ല സ്ഥാനമുണ്ട് ഗവൺമെൻറ്റിൻ്റെ. ഏതൊക്കെ പ്രവർത്തന മേഖലകളിലാണ് ഞാൻ അവിടുത്തെ അംഗമായിരിക്കുന്നത്? ഞാൻ ജൽജീവൻ മിഷൻ്റെ ഒരു അംഗമാണ്. പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു മീറ്റിങ്ങുകൾക്കും ഞാൻ എല്ലാ മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യാറുണ്ട് ഡിസ്ട്രിക്റ്റ് ലെവലിൽ. പിന്നെ നമ്മുടെ ഗവൺമെൻറ്റിലെ എല്ലാ സ്ഥാപനങ്ങളുമായിട്ട് നമ്മൾ പ്രോഗ്രാംസ്, ഞങ്ങൾ നബാർഡിൻ്റെ ഒത്തിരി പ്രോഗ്രാംസ് എടുക്കുക. അതിൻ്റെ ഇനാഗ്രേഷന് വൽഡിക്ഷനൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകാർ DCയെ വിളിക്കും. പിന്നെ ഹാൻഡിക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഹാൻഡ്ലൂം ഡിപ്പാർട്ട്മെൻറ്റ്, അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫ്ലോറിക്കൾച്ചർ, ഇങ്ങനെ എല്ലാവരുമായിട്ട് നല്ല കൊളാബറേഷനിലാണ്. അവർ ഓരോ കാര്യങ്ങൾക്കും ഞങ്ങളായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പറയും. ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് എത്ര വില്ലേജുകളിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഞങ്ങൾക്കൊരു 200-ൽ പരം വില്ലേജുകളിലേക്ക് 2 ഡിസ്ട്രിക്റ്റിലായിട്ട് ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്.
സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആണ് കൂടുതൽ. ഞങ്ങൾ ഇപ്പം തന്നെ ഞങ്ങളുടെ അടുത്ത് 189 സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഞങ്ങൾ നടത്തുന്നുണ്ട്. അതിനകത്ത് 10 പേര് വെച്ച് ഓരോ ഗ്രൂപ്പിൽ 250 JLG ഞങ്ങൾ നടത്തുന്നുണ്ട്. അതിനകത്ത് ജോയിൻറ്റ് ലൈവ്ലിഹുഡ് ഗ്രൂപ്പ്. അതിന് മറ്റേ ഗ്രൂപ്പിൽ സേവിങ് ഉണ്ട്. ഇതിന് സേവിങ് ഇല്ല, ഇതിന് സ്ട്രേറ്റ് ലോൺ കൊടുത്ത് ഇൻകം ജനറേഷൻ ആക്ടിവിറ്റീസ് നടത്തിക്കുന്നു. ഞങ്ങളുടെ SHGസിനൊക്കെ ഞങ്ങൾ ടൈം ടു ടൈം ഒരു പരിപാടി കഴിയുമ്പോൾ അടുത്ത സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കൊടുക്കും. അപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റ് കഴിയുമ്പോൾ അവർക്ക് പൈസ വേണമല്ലോ, ഇൻകം ജനറേഷൻ തുടങ്ങും. അപ്പോൾ ഈ JLG വഴി ലോൺ കൊടുത്ത് അവരെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കും. എന്തൊക്കെയാണ് ഇൻകം ജനറേഷൻ? ഓരോ കുടുംബത്തെയും സാമ്പത്തിക സുസ്ഥിരതയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു പരിശ്രമമാണ്. അപ്പം എന്തൊക്കെ ചെറുകിട വ്യവസായങ്ങളാണോ, കുടിൽ വ്യവസായങ്ങളോ, അങ്ങനെയാണോ? എന്താ അവര് മൃഗങ്ങളെ വളർത്തുക, ഏതൊക്കെ മൃഗങ്ങളെ? പശു, പെരുമ, പിന്നെ ആട്, കോഴി, പന്നി ഒക്കെ വളർത്താനായിട്ട് ലോൺ കൊടുത്ത് അവരെ കൊണ്ട് തുടങ്ങിക്കാറുണ്ട്. പിന്നെ ടൈലറിങ് സെൻറ്റേഴ്സ്, പെണ്ണുങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ടൈലറിങ് സെൻറ്റേഴ്സ് ഉണ്ട്. നമ്മളതിനൊക്കെ ടൈലറിങ് ക്ലാസ്സുകൾ കൊടുത്ത് ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ജൂട്ട് ബാഗ് മേക്കിംഗ് സെൻറ്റേഴ്സ്, പിന്നെ ഉണ്ട് ബാംബു ക്രാഫ്റ്റ്സ്, പോട്രി പോട്ട്സ് ഉണ്ടാക്കി അതിന് പെയിൻ്റൊക്കെ ചെയ്ത് പോട്രി, ചെറുകിട കടകൾ, പ്രൊഫഷണൽ സ്റ്റോറ്, ബ്യൂട്ടി പാർലർ, ഫോട്ടോസ്റ്റാറ്റ്, ഫാസ്റ്റ് ഫുഡ് സെൻറ്റേഴ്സ്, ഫാസ്റ്റ് ഫുഡ് കോർണേഴ്സ്, പിന്നെ കമ്പ്യൂട്ടർ, സമൂഹത്തിന് ആവശ്യമുള്ള എല്ലാ മേഖലകളിലും ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു പ്രസൻസ് അവിടെ വന്നിട്ട് ഇത്രയും വർഷങ്ങളായി അല്ലേ? 29 വർഷമായി ഞങ്ങൾ അവിടെ. സിസ്റ്റർ അവിടെ വന്നിട്ട് തന്നെ 4 നൂറ്റാണ്ടിലധികമായി കഴിഞ്ഞു അല്ലേ? അപ്പം ഒരു പൊതുസമൂഹത്തിൽ നിങ്ങൾ വന്ന സമയത്ത് തുടങ്ങി ഇപ്പോൾ ഒന്ന് മൊത്തത്തിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ആക്സസിബിലിറ്റി, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇടപെടലിൻ്റെ മേഖലകളുടെ ഒരു വിന്യാസം എന്തുമാത്രം വന്നിട്ടുണ്ട്? ആളുകളുടെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ്? അവർ സന്തോഷമാണോ? അവർ ഒത്തിരി സന്തോഷമാണ്. ഞങ്ങൾ ഈ വാട്ടർ ഷെഡ് പ്രോജക്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് അവർ പറയും ആദ്യത്തെ വാട്ടർ ഷെഡ് 7 മലകളിൽ 7 വില്ലേജ്. എന്താണ് വാട്ടർ ഷെഡ് പ്രോജക്റ്റ്? എന്താണ് വാട്ടർ ഷെഡ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്? റെയിൻ ഹാർവെസ്റ്റിങ്, പിന്നെ റീചാർജിങ് നാച്ചുറൽ റിസോഴ്സസ്, പിന്നെ ഇറോഷൻ ഓഫ് സോയിൽ ആൻഡ് വാട്ടറിൻ്റെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള ഓരോ മണ്ണൊലിപ്പും വെള്ളമൊലിപ്പും തടയാനായിട്ട് ഗല്ലിപ്പിലേക്ക് ഫാം ബണ്ടിങ്, സ്റ്റോൺ ബണ്ടിങ്, ഗ്യാബിയൻ, LBS, ലൂസ് ബോൾഡർ സ്ട്രക്ചർ. ഈ ഫാം വണ്ടി എന്ന് പറഞ്ഞാൽ വരമ്പുകൾ ഉണ്ടാക്കുക. ഒരു കൃഷിയുടെ സ്ഥലത്ത് 4 ചുറ്റി വരമ്പ്. ഇവര് വരമ്പൊന്നും ഉണ്ടാക്കില്ല. ഇവരുടെ വരമ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്ഥലം പോകുന്നതാണ്. അപ്പോൾ വരമ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂട്ടി വെച്ച് കഴിയുമ്പോൾ ആ മണ്ണിലുള്ള വളവും വെള്ളവും അവിടെ തന്നെ നിൽക്കും. പലതരത്തിലാണ്. അവർക്ക് ഒത്തിരി കൃഷി സ്ഥലങ്ങളില്ല. പഞ്ചാബ് പോലെ ഒത്തിരി ഇല്ല, കുറച്ച് സ്ഥലങ്ങൾ 1 ഏക്കർ വരെയുള്ളവരൊക്കെ ഉണ്ട്. ഒരു ഏക്കർ, ഏറ്റവും കൂടിയ ചിലപ്പോൾ 3-4 ഏക്കർ ഉള്ളവർ, ഏറ്റവും വലിയവരൊക്കെ ഉണ്ടാവും. ഒത്തിരി വലിയ പണക്കാരല്ല ജമ്മുവിലുള്ളവർ. അപ്പോൾ അവരുടെ കൃഷി സ്ഥലം. അപ്പോൾ ഫാം ബണ്ടിങ് ഉണ്ടാക്കും. പിന്നെ ചില സ്ഥലത്ത് സ്റ്റോൺ ബണ്ടിങ് ഉണ്ടാക്കും. ഫാം ബണ്ടിങ്ങിൽ നിൽക്കില്ല, മണ്ണ് ഒലിച്ചു പോകുകയാണെങ്കിൽ അവിടെ സ്റ്റോൺ ബണ്ടിങ്, കല്ലുകൊണ്ട് ബണ്ടി. പിന്നെ ഈ ജമ്മു ഒക്കെ ഒരു മലമ്പ്രദേശമാണ്. മഴ പെയ്ത് ഇങ്ങനെ മലയിൽ നിന്ന് മണ്ണെല്ലാം ഒലിച്ചു പോകുക എന്നുള്ള. അപ്പം അവിടെ ഈ ഗല്ലിപ്പിളക്ക് എന്ന് പറയും, സ്റ്റോൺ വെച്ച് ഇങ്ങനെ ഒരു തടഞ്ഞു നിർത്താനായിട്ട് ഒരു. പിന്നെ അതും കൊണ്ട് നിൽക്കണില്ലെങ്കിൽ ഒരു LBS, ലൂസ് ബോൾഡർ സ്ട്രക്ചർ, അത് അതിനെ കുറച്ചും കൂടി 2 വശത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നടുക്ക് പൊക്കി 2 വശം സ്പ്രെഡ് ചെയ്ത് സ്റ്റോൺ വെച്ചിട്ട്, പിന്നെ അതിൽ നിൽക്കാണ്ട് വന്നു കഴിഞ്ഞാൽ ഗ്യാബിയൻ സ്ട്രക്ചർ ക്രിയേറ്റ്, ഈ കമ്പി കൊണ്ടുള്ള വല പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് സ്റ്റോൺ ഇട്ടിട്ട് കെട്ടി അതിടും. അപ്പോൾ പെട്ടെന്ന് ഒലിച്ചു പോകാണ്ടിരിക്കും. അങ്ങനെയുള്ളതൊക്കെ. പിന്നെ ചെക്ക് ഡാംസ്, ഫാം പോണ്ടുകളൊക്കെ ഉണ്ടാക്കും. പിന്നെ ഞങ്ങൾ കൃഷിക്കാർക്ക് ഇന്റർക്രോപ്പിംഗ്, മൾട്ടി ക്രോപ്പിംഗ്, ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ പഠിപ്പിക്കും. പിന്നെ പലതരത്തിലുള്ളത് മിക്സ് ചെയ്തിട്ട്. മൾട്ടി ക്രോപ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോൾ അവിടെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ചെയ്യണം മക്ക ഇട്ടു. ഇപ്പം മക്ക ഇടണത് മെയ്സ് ഇടുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ വെന്തിപ്പൂലെ മെറിഗോൾഡ് ഫ്ലവർ അതിടും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെണ്ട നടും. അങ്ങനെ പലതും ഒരുമിപ്പിച്ച് നടത്തും. അപ്പോൾ ഒന്ന് കഴിയുമ്പോൾ ഒന്നെടുക്കാതെ രീതി. പിന്നെ അതിൻ്റെ വരമ്പത്തെ കൂടെ ഈ മെറിഗോൾഡ് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഫംഗസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഇതും കൂടി ഉണ്ട്. അങ്ങനെ അതും ചെയ്യും. അങ്ങനെ വെന്തിപ്പൂവിന്
ബന്ദിപ്പൂവിന് അവിടെ മാത്രമുള്ളത് നമ്മുടെ നാട്ടിലും ഉണ്ടാവും. നമ്മുടെ നാട്ടിലുണ്ടാവും. അതായത് ഫംഗസിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. ശക്തി. അപ്പൊ ഈ വരമ്പിലൂടെയൊക്കെ ബന്ദിപ്പൂ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ദിപ്പൂര് നല്ല ചെലവുണ്ട്. ഈ ജമ്മു എന്ന് പറഞ്ഞ ടെമ്പിൾ ഓഫ് സിറ്റിയാ. അപ്പോൾ ഒത്തിരി ടെമ്പിളുകളുണ്ട്. അപ്പോൾ ബന്ദിപ്പൂവിന് നല്ല ചിലവാണ്. 150 രൂപ കിലോയ്ക്കുള്ള സമയമുണ്ട്, 20 രൂപ കിലോയ്ക്കുള്ള സമയമുണ്ട്. ഈ ബന്ദിപ്പൂവിന് 1 കിലോയ്ക്ക് 150 രൂപ കിട്ടുന്ന സമയമുണ്ട്. ഈ ദിവാലി സമയം, അതായത് നമ്മുടെ ഓരോ അമ്പലങ്ങളിലൊക്കെയുള്ള ഉത്സവങ്ങൾ വരുമ്പോൾ പിന്നെ കല്യാണങ്ങൾക്ക് കല്യാണങ്ങളെല്ലാം ഡെക്കറേഷൻ ചെയ്യാൻ ബന്ദിപ്പൂവാണല്ലോ കൂടുതലും. ബന്ദിപ്പൂവാണ് അവിടെ കൂടുതൽ വരിക. അവിടെ ഞാൻ ചോദിക്കുന്നത്, ഇവരിപ്പോൾ കൃഷി ചെയ്യുന്നു, ഇത് ആരാണ് വാങ്ങിക്കുന്നത്? ഇതിനൊരു ഇടനിലക്കാരുണ്ടോ അതോ ഇവർക്ക് ഡയറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇവർ ഇടനിലക്കാരുണ്ട്. ഇവർ മാർക്കറ്റിംഗ് ശരിക്കും ഇവർക്ക് തന്നെ അധികം ചെയ്യില്ല. ഇവർ ജമ്മുവിൽ കുറച്ച് കൃഷിയുള്ളൂ. ഇവർക്ക് അധികം വിൽക്കാൻ അങ്ങനെ ഇല്ല. അതായത് നോർത്ത് ഇന്ത്യയിലൊക്കെ പല സ്ഥലങ്ങളിൽ ഇപ്പം ഉള്ളിയും മറ്റു സംഗതികളൊക്കെ വെറും 2 രൂപ പോലും കിലോയ്ക്ക് ഇല്ലാണ്ട് ആൾക്കാർ റോഡിൽ കൊണ്ടുവന്ന് കമത്തി കൂട്ടി ലക്ഷക്കണക്കിന് കിലോ ഉള്ളികൾ അവിടെ നശിപ്പിക്കപ്പെടുന്നുണ്ട്. അത് വിലയില്ലാത്തതുകൊണ്ടാണ്. ഇവരിവിടെ കൃഷി ചെയ്യുന്ന ഈ ഒരു ഭക്ഷ്യധാന്യ വിഭവങ്ങൾക്ക് അതിനവർക്ക് ഉചിതമായ രീതിയിൽ വില ലഭിക്കുന്നുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിനിടയ്ക്ക് അതോ അതിനിടയ്ക്ക് ഇടനിലക്കാർ കയറി നിന്ന് അവർക്ക് ആ രീതിയിലുള്ളൊരു മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടോ? ഈ ജമ്മുവിൽ കൃഷി കുറവാണ്. കൃഷി ചെയ്യാൻ അവിടെ മലമ്പ്രദേശ വെള്ളമില്ല. അതുകൊണ്ട് കൃഷി വളരെ കുറവാണ്. വെജിറ്റബിളൊക്കെ തന്നെ പഞ്ചാബിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 7 മലകളെ ഒരു വില്ലേജാക്കി, 7 വില്ലേജ് അവിടെ നമ്മൾ തുടങ്ങിയപ്പോൾ ആൾക്കാർ അവിടെ സ്വർഗമാക്കി. അപ്പോൾ ഞങ്ങൾക്കും വേറൊരു വില്ലേജുകാർ വന്നിട്ട് ചെന്നി മാൻസറിന് മോർഗഡ് പഞ്ചായത്തിനെ സ്വർഗമാക്കി. ഞങ്ങൾക്കും തട്ടെ വെള്ളം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ മൃഗങ്ങളെ വളർത്താൻ തുടങ്ങി. പിന്നെ മൃഗങ്ങളെ പുല്ല് വരാൻ തുടങ്ങി. പുല്ല് വന്നപ്പോൾ മൃഗങ്ങളെ വളർത്താൻ തുടങ്ങി. പിന്നെ വെള്ളം വന്നു കഴിഞ്ഞപ്പോൾ കൃഷി കൂടുതൽ തുടങ്ങി. ഈ വാട്ടർ ഷെഡ് പ്രോജക്റ്റ് വന്നതിന് ശേഷമാണോ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ആ ഒരു ഗ്രാമത്തിലുണ്ടാകുന്നത്? അപ്പോൾ ഈ വാട്ടർ ഷെഡ് പ്രോജക്റ്റ് എങ്ങനെയാണ് നിങ്ങൾ നടത്തുന്നത്? എങ്ങനെയാണ്? നബാർഡ് പല കേരളത്തിലും ആന്ധ്രാപ്രദേശ് പല സ്ഥലങ്ങളിലും നടത്തുന്നുണ്ടായിരുന്നു. ജമ്മുവിൽ ആ കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജമ്മുവിൽ ഈ കൺസെപ്റ്റ് ഉണ്ടായത് 2013 നമ്മൾ തുടങ്ങിയതാണ്. 2013 തുടങ്ങി ആദ്യത്തെ വാട്ടർ ഷെഡ് 2019 അത് കംപ്ലീറ്റ് ചെയ്ത് അവിടെ ആ വില്ലേജിലെ ആൾക്കാരുടെ ഒരു സൊസൈറ്റി ഉണ്ട്, അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ഈ വാട്ടർ ഷെഡ് എന്ന് പറഞ്ഞാൽ ടാങ്കാണോ? അല്ല, വാട്ടർ ഷെഡിന്റെ ഞാൻ പറഞ്ഞ ഓരോ കോമ്പണൻസ്. ഈ കോമ്പണൻസ് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ പലതരത്തിലുള്ള പരിപാടികൾ. അല്ലാണ്ട് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നമ്മൾ വാട്ടർ ടാങ്ക് ഉണ്ടാക്കി അവിടുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പരിപാടിയല്ല. വാട്ടർ ഷെഡ് പ്രോജക്റ്റ് ആണ്. ചെറുകിട പലതരത്തിലുള്ള ജലസേചന പദ്ധതി. ചെക്ക് ഡാംസ് ഉണ്ടാക്കും. വെള്ളം ഒഴുകി വരുന്ന തടഞ്ഞ് വലിയ ചെക്ക് ഡാംസ് ഉണ്ടാക്കും. ഒരു 5 ലക്ഷമൊക്കെ അടങ്ങുന്ന ചെക്ക് ഡാംസ് ഉണ്ടാക്കും. അപ്പോൾ വെള്ളം മുഴുവൻ നേരവും കഴിഞ്ഞ് നിൽക്കും. ഇപ്പം ഞാനൊരു സ്ഥലത്ത് തുടങ്ങിയ സ്ഥലത്ത് ആദ്യം DC പോലും വിശ്വസിച്ചില്ല ഞാൻ പറഞ്ഞിട്ട്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ട് കുടിക്കാൻ വെള്ളമില്ലാഞ്ഞിട്ട് ടാങ്കറിൽ വെള്ളം കൊണ്ട് കൊടുക്കും. അപ്പം നീല ടാങ്കുകളിൽ വെള്ളം ശേഖരിക്കും റോഡ് സൈഡിൽ. അപ്പോൾ എൻ്റെ ടാങ്കിൽ ഞാനൊരു തുണിയിട്ട് കെട്ടിയിടും, മറ്റേയാളുടെ വേറെ തുണിയിട്ട് റോഡ് സൈഡിൽ. അവിടെ നിന്ന് വീണ്ടും വീട്ടിൽ കൊണ്ടുപോകും, അവിടെയും ടാങ്കിൽ സൂക്ഷിക്കും. എന്നിട്ട് അവിടെ നിന്ന് എടുത്തെടുത്ത് ഉപയോഗിക്കണം. അപ്പോൾ അത് എനിക്ക് വളരെ ദുഃഖം തോന്നി അത് കണ്ടപ്പോൾ. റോട്ടിൽ കൂടെ ഇങ്ങനെ എല്ലാവരും ടാങ്കിൽ ഈ സ്ത്രീകൾ ഈ വെള്ളം ചൊന്ന് മല കയറി പോകണം കണ്ട് വളരെ ദുഃഖം തോന്നി. ഞാൻ DC-യോട് പറഞ്ഞു ഒരു മീറ്റിങ്ങിൽ, ഇങ്ങനെ നമ്മുടെ ജമ്മുവിൽ കുടിവെള്ളം ഇല്ലാത്ത വില്ലേജ് ഉണ്ട്. ഡിസ്ട്രിക്ട് കമ്മീഷണറാണ്. അപ്പോൾ DC നെക്സ്റ്റ് വീക്കിൽ തന്നെ അവിടെ പോയി കണ്ടു. റിയലി ഇപ്പോഴും അത് തന്നെ. ആ വില്ലേജിൽ ഞങ്ങൾ വാട്ടർ ഷെഡ് പ്രോജക്റ്റ് ഇപ്പോൾ തുടങ്ങി. അത് CVP ഫേസ് കഴിഞ്ഞു. CVP എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ബിൽഡിംഗ്. ഈ ഒരു പ്രോജക്റ്റിൻ്റെ 10% കപ്പാസിറ്റി ബിൽഡിംഗ് ആവും. അത് കഴിഞ്ഞിട്ട് FIP തുടങ്ങും, ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ പ്രോജക്റ്റ്. അതിന് മുമ്പ് FSR DPR എഴുതണം. DPR എഴുതാൻ ഇപ്പോൾ ഞാൻ അതിൻ്റെ പ്രോസസ്സിലാണ് ആ വില്ലേജിൽ. അത് ഞങ്ങളുടെ 3ാമത്തെ വാട്ടർ ഷെഡ് പ്രോജക്റ്റാണ്. അപ്പോൾ അങ്ങനെ എവിടെ നമ്മൾ ഈ വെള്ളത്തിന് വേണ്ടിയിട്ട് പലതരം പ്ലാന്റേഷൻ ഒത്തിരി നടത്തും, ഗ്രാസിങ് നടത്തും. പ്ലാന്റേഷൻ തന്നെ പലതരത്തിലുള്ള പ്ലാന്റേഷൻ, ഫ്രൂട്ട്. ഒരു വാട്ടർ ഷെഡ് പ്രോജക്റ്റ് നടത്തി കഴിയുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ എത്ര ഏക്കർ സ്ഥലത്തെ ജനങ്ങളായിരിക്കും? ഈ 1000 ഹെക്ടർ. ഏക്കർ എന്ന് പറയുമ്പോൾ 1500 ഏക്കർ. ഒരു വാട്ടർ ഷെഡ് 1500 ഏക്കർ. അപ്പം 3ാമത്തേന്ന് പറയുമ്പോൾ ഒരു 3000-4000 ഏക്കർ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു അല്ലേ? അപ്പം അവിടെ ഇതിനു മുമ്പ് ഈ ജലസേചന സൗകര്യം ഇല്ലാതിരുന്നത് കൊണ്ട് ഈ കുന്നും മലയും എല്ലാം ഇങ്ങനെ ഉണങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോഴതെല്ലാം ഒരു കൃഷിഭൂമിയാക്കി മാറ്റിക്കൊണ്ടിരിക്കും. അവിടെ അതിനു മുമ്പ് ആളുകൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? ഇച്ചിരി സ്ഥലത്ത് ഇത്രയെല്ലാം കൃഷി ചെയ്യും. ചില സ്ഥലത്ത് നമ്മൾ ചിരി വരും. ഇത്രയും സ്ഥലത്ത് അവർ ഇച്ചിരി ഗോതമ്പിടും. ഇങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ അങ്ങനെ
വെള്ളമില്ലാണ്ട് എന്ത് അപ്പൊ ചെയ്യും? എങ്ങനെ എങ്ങനെ മഴയെ മാത്രം ആശ്രയിച്ച് കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. അപ്പൊ അവരെങ്ങനെ അവര് കിട്ടണ ഇച്ചിരിയൊക്കെ കിട്ടും, അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഇച്ചിരി അവർ കഴിക്കാനുള്ളൂ. പിന്നെ കൂലിപ്പണിക്ക് അവര് ഈ പഞ്ചാബിലും അവിടെ ഇവിടെയും കൂലിപ്പണിക്ക് പോകും. ഈ പല്ലേദാരി എന്ന് പറയും, ഈ ചുമട്ട് തൊഴിലാളികളായിട്ട് ആണുങ്ങളും എല്ലാം തന്നെ പുറത്തു പോകും, കാരണം ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇച്ചിരി വീട്ടുപണിയൊക്കെ ചെയ്ത് പെണ്ണുങ്ങളൊരു പശുവിനെയൊക്കെ വളർത്തി പെണ്ണുങ്ങളേക്കും, പിന്നെ ഇച്ചിരി കൃഷി ചെയ്ത്. ആണുങ്ങൾ ഓൾമോസ്റ്റ് അധികം പേരും ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ജീവിത ശൈലിയാണ് അവിടെ, അല്ലേ? അപ്പൊ അവിടെ ഈ ഒരു മറ്റേ ഫാക്ടറികളോ ഇതുപോലെയുള്ള ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളോ IT പാർക്കുകളോ ഒന്നുമില്ല. ഫാക്ടറികൾ ഇപ്പൊ ഈയിടെ ഒരു 6 വർഷമായി കാണും ഫാക്ടറികൾ, സിഡ്കോ ഫാക്ടറികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും പോയി തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ. അതും ഈ വില്ലേജുകാർക്ക് ദൂരാ. സാമ്പയിലുണ്ട്. യാത്രാ സൗകര്യം എങ്ങനെയാണ്? യാത്രാ സൗകര്യം ഇപ്പം ഞാൻ പോണ ഈ 10% ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ഈ വെള്ളം ഒട്ടുമില്ലാത്ത കുടിക്കുക, അവിടേക്ക് 2 ഓട്ടോ അതിൻ്റെ മുകളിലൊക്കെ ഇരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നടന്ന് കിലോമീറ്ററുകൾ നടന്ന് 8 കിലോമീറ്ററൊക്കെ നടന്ന ആൾക്കാർ പോണേ. ഒരു ഓട്ടോയിൽ എത്ര പേര് കയറും? ഒരു ഓട്ടോയിൽ ഒരു 10-30 പേരൊക്കെ കയറും. മുകളിലും സൈഡിലും സാധാ പോലുള്ള ഒരു ഓട്ടോയിൽ 30 പേരെ മുകളിലൊക്കെ ഇരിക്കും ആൾക്കാര്. ഓട്ടോയുടെ മുകളിലും. ബസ്സൊന്നും അവിടെ ഇപ്പൊ പോണ വില്ലേജിൽ ബസ്സില്ല. ഞങ്ങൾക്കിടെ വണ്ടി തന്നെ 4x4 അത് ആ വണ്ടിയെ പോകുള്ളൂ. ഇപ്പൊ ഈ ഓഫീസേഴ്സിനെ കൊണ്ടുപോകുമ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരുടെ വണ്ടി നിർത്തിയിട്ട് നമ്മുടെ വണ്ടിയിൽ അവരെ കൊണ്ടുപോകും, കയറത്തുള്ളൂ. അതുപോലെയുള്ള വാഹന സൗകര്യം ഈ ജനത്തിന് ലഭ്യമാക്കാനായിട്ട് ഗവൺമെന്റിന് പദ്ധതി ചെയ്താൽ നടക്കില്ലേ? ഇപ്പം നമ്മൾ ചെല്ലണ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ പരിപാടികളൊക്കെ തുടങ്ങുമ്പോൾ റോഡുകളൊക്കെ കുറച്ച് നമ്മൾ ഈ ലെവലിംഗ് ഒക്കെ ഉണ്ട്, ലാൻഡ് ലെവലിംഗ് ഒക്കെ വരും. അപ്പം നമ്മൾ റോഡുകൾ ഉണ്ടാക്കും കുറച്ചൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നതിൻ്റെ പിറകെ സർക്കാരും വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പോയ മോർഗഡ് പഞ്ചായത്തിൽ 2013 തുടങ്ങിയ സ്ഥലത്ത് ഇപ്പം ഒരു വില്ലേജിലേക്ക് ടാറിട്ടു. അടുത്ത സ്ഥലത്തും ഒരു വില്ലേജിലുള്ളൂ. ഒരു വില്ലേജിൽ ഇന്നും വാഹനം ഇല്ല, നടന്നു പോണം ഒരു മലയിൽ. അന്നത്തെ 2000 വാഹനമേ ഇല്ല. പിന്നെ എന്ത് കാര്യത്തിനും പ്രൊവിൻസിൽ നിന്ന് ഫുൾ സപ്പോർട്ടാ. എന്ത് ചെയ്യാനും എവിടെ പോകാനും തനിച്ചു പോകാനും. ഒരു സിസ്റ്റർ വേറെ സ്ഥലത്ത് 3ാമത്തെ സ്ഥലത്താണ് സിസ്റ്റർ വാട്ടർ ഷെഡ് ചെയ്യുന്നത്, സ്വർഗം ഉണ്ടാക്കി നടക്കാണ് സിസ്റ്റർ. അപ്പോൾ ഇത് എവിടെ നിന്നോ പൈസ വരുന്നുണ്ട് പുറത്തുനിന്ന്. ആ പൈസ ഞങ്ങൾക്ക് അറിയണം. ആരും ചെയ്യാത്ത പ്രവൃത്തികൾ എനിക്ക് ചെയ്യണം, അങ്ങനെ ഒരു ഇതാണ്. എവിടെ എന്ത് ആരും ചെയ്യാൻ പറ്റാണ്ട് കിടക്കണം അവിടെയെല്ലാം എനിക്ക് ചെയ്യണമെന്നുള്ള ഒരു ഭയങ്കര ഇതാണ്. ഒരിക്കൽ ഗാസിയാബാദിൽ ഞാൻ ഈ കടലാസ് പെറുക്കി നടക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂൾ തുടങ്ങിയായിരുന്നു. ഞങ്ങൾ 6 മക്കളിൽ മൂത്തയാളാണ് ഞാൻ. 3 ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സും ഉണ്ട്.